close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on. Along the way, melodies we haven't played. No, I don't want no rest. Echoing around these walls, fighting to create a song. I don't wanna miss a beat. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on. Fueled by them to see the horizon, turn us to thousands, and we'll grow in number. Fueled by them to see the horizon, turn us to thousands. We'll go through the wastelands, through the
നമസ്കാരം. കാനോറൻസ് ഗുരുവായൂരപ്പൻ കോളേജ് മെമ്മറീസ് 1993 സംഗമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും അധ്യാപകരെയും മെമ്മറീസ് 1993യുടെ ഹൃദയത്തുടിപ്പായ 400-അടുത്തെത്തുന്ന ഈ സൗഹൃദ കൂട്ടായ്മയുടെ ഓരോ പ്രിയ അംഗങ്ങളെയും ഓരോ തലങ്ങളെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഈ ഒത്തുചേരലിലേക്ക്. പല കാലഘട്ടങ്ങളും പല തലമുറകളും പല ജീവിതങ്ങളും കണ്ട ഈ കലാലയ മുത്തശ്ശിയുടെ ചരിത്രത്തിലെ തന്നെ ഒരു സുവർണ്ണ നിമിഷമാണ്, ചരിത്ര മുഹൂർത്തമാണ്. കാലത്തിന്റെ അനിവാര്യതയും ഈ കലാലയ മുറ്റത്ത് നിന്നും 25 വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ 90-93 ബാച്ചിലെ 10 വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഗ്രാജുവേഷന്റെ 25ാം വാർഷികം രജത ജൂബിലി ആഘോഷിക്കാൻ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. അന്നുണ്ടായിരുന്ന 426 പേര് 90%-അധികം പേര് ഇന്നിവിടെ സന്നിധരായിരിക്കുന്നു എന്നത് ഈ സൗഹൃദങ്ങളുടെ ശക്തിയെയും ആഴത്തെയും തെളിയുന്നു. തീർച്ചയായും നിങ്ങളുടെ ഒരിക്കലും മുറിയാത്ത ഈ സൗഹൃദത്തിന്റെ പ്രതീകമായിട്ട് എല്ലാവരും എഴുതിയിട്ട് പരസ്പരം ഒന്ന് ഹസ്തദാനം ചെയ്യുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അല്ലേ? Thank you very much. 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ പലർക്കും രൂപഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലൊക്കെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാകുമ്പോഴും ഇന്ന് ഒരിക്കലുമായ നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവും. ഈ കുന്നു കയറി ഇവിടെ പറയുന്ന 11 പേർ ഇന്ന് നമുക്കൊപ്പം ഇവിടെയില്ല. മൺനിറഞ്ഞ നമ്മുടെ സുഹൃത്തുക്കൾ ഏത് ലോകത്താണെങ്കിലും അവരുടെ മനസ്സ് നമുക്ക് വീഡിയോയിലൂടെയും കലാലയ സൗഹൃദങ്ങളുടെ കാലം കൂടുതൽ കൂട്ടിയിണക്കിയ ഊട്ടിയുറപ്പിച്ച സ്നേഹബന്ധങ്ങളുടെ ആഘോഷം. അതെ, ആഹ്ലാദാരവങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെ മെയ് കൊണ്ടും മനസ്സുകൊണ്ടും ഏറ്റുവാങ്ങി നാം കാലത്തിനപ്പുറത്തേക്ക്, ക്യാമ്പസിലേക്ക്, കൗമാരക്കാലത്തേക്ക് തിരികെ എത്തിച്ചേർന്നതുപോലെ തിരികെ കിട്ടിയ കൂട്ടുകാരുടെ മുഖങ്ങൾ ഹൃദയത്തിൽ അത്യന്തം സന്തോഷം നിറയ്ക്കുമ്പോൾ തിരികെ കിട്ടാത്തവണ്ണം നമ്മിൽ നിന്ന് ഈ ലോകത്തിൽ നിന്നേ അകന്നുപോയ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുടെ ഓർമ്മകൾ മനസ്സിൽ കണ്ണീർ മഴയായി തുളുമ്പുന്നു. ഇല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ തന്നെ, ഞങ്ങളിൽ തന്നെയുണ്ട്. ഓർമ്മകളിൽ നിങ്ങൾ കൂടുതൽ മിഴിവോടെ തെളിയുന്നു. ഒരു നിമിഷം കാലം പോലും നിശ്ചലമാം വിധം നിങ്ങളുടെ അദൃശ്യ സാന്നിധ്യമിതാ ഇവിടെ ഞങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളാൽ പഞ്ചഭൂതങ്ങളിലും അനുഭവവേദ്യമാകുന്നു. പ്രകൃതി പോലും നിശബ്ദമാകുന്നു. പ്രണാമം കൂട്ടുകാരെ, നിങ്ങൾക്ക് മുമ്പിൽ അർപ്പിക്കട്ടെ ഈ കണ്ണീർ പുഷ്പങ്ങൾ. അരുൺ, നമ്മോട് ആദ്യം യാത്ര പറഞ്ഞകന്നവൻ, ശാന്തപ്രകൃതൻ, മിതഭാഷിയെങ്കിലും ക്ലാസ് റൂം തമാശകളിൽ സജീവം. ജീവിതത്തിലെ കഠിനമായ പടവുകൾ കയറാനാകാതെ എവിടെയോ അവനൊരു വേള ഒറ്റപ്പെട്ടുപോയി. നമുക്കേകാം കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. ദീപക്, ഇംഗ്ലീഷ് ബിരുദ ക്ലാസ്സിലെ സൗമ്യ പ്രകൃതക്കാരനായ ദീപക് ഏവർക്കും പ്രിയങ്കരനായ വിദ്യാർത്ഥി തന്നെ. സൗഹൃദങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുമായിരുന്നു അവൻ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വേളയിൽ ഒരു യാത്രാമൊഴി പോലും പറയാതെ നമ്മെ വിട്ടകന്നു. ക്ലാസ് റൂം തമാശകളിൽ മാത്രമല്ല, ക്യാമ്പസ് സൗഹൃദ സംഘങ്ങളിലും അവൻ സജീവ സാന്നിധ്യമായിരുന്നു. സ്നേഹസാന്ദ്രമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങളുടെ അശ്രുപൂജ. ഗോപാലകൃഷ്ണൻ TK, സൗമ്യ സാന്നിധ്യം, പുഞ്ചിരി തുളുമ്പുന്ന മുഖം. വളരെ സജീവമായി എല്ലാ കാര്യങ്ങളിലും ഇടപെടാറില്ലായിരുന്നെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വ്യക്തിത്വം. ബിരുദശേഷം കേരള പോലീസിൽ ജോലി ലഭിച്ചു. അങ്ങനെയിരിക്കെ അസുഖബാധിതനായി 2017 മാർച്ച് 23 നമ്മെ വിട്ടുപിരിഞ്ഞു. ഗോപാലകൃഷ്ണന് ഞങ്ങൾ സുഹൃത്തുക്കളുടെ പ്രണാമം. ജയൻ, സൗഹൃദങ്ങളിൽ സ്നേഹസാന്നിധ്യമായ ജയൻ
ഞങ്ങളെ വിട്ടുപിരിഞ്ഞെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ നിറദീപമായി എന്നുമുണ്ടാകും. മിലിട്ടറിയിൽ ഹവിൽദാറായിരുന്ന ജയൻ ഓർമ്മയായിട്ട് 3 വർഷം കടന്നുപോയിരിക്കുന്നു. ജയന്റെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുന്നിൽ നിറകണ്ണുകളോടെ പ്രിയ സുഹൃത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നന്ദകുമാർ. ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ മണൽ തരികൾക്കുപോലും സുപരിചിതനായിരുന്ന നന്ദൻ. നിനക്കു മരണമില്ല. നീ ഇന്നും ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നു. നീയും നിന്റെ സൗഹൃദവും. മരണത്തിന് മായ്ക്കാനാകാത്ത നിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. പ്രജോഷ്. രാഷ്ട്രീയത്തിൽ സജീവം, ഒപ്പം ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളിലും നിറസാന്നിധ്യം. അവിശ്വസനീയമായിരുന്നു അവൻ്റെ വേർപാട്. നാട്ടിലും വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അവനോടുള്ള സ്നേഹാദരമായി പ്രജോഷ് മെമ്മോറിയൽ ലൈബ്രറി നാട്ടുകാർ സ്ഥാപിച്ചിരിക്കുന്നു. ആ ലൈബ്രറിയുടെ സുഗമമായ നടത്തിപ്പിന് നമുക്കും പങ്കുചേരാം. പ്രജോഷിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമിക്കുന്നു. രാജൻ. ജന്മനാ തന്നെ ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥിയായിരുന്നു രാജൻ. എങ്കിലും നമ്മിലൊരുവനായി ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളിലും രാജൻ മുന്നിലുണ്ടായിരുന്നു. പഠനശേഷം നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായി എല്ലാ ശാരീരിക അസ്വാസ്ഥ്യങ്ങളെയും സധൈര്യം നേരിട്ടെങ്കിലും ഹൃദയാഘാതത്തിൻ്റെ രൂപത്തിൽ വന്ന വിധിക്ക് കീഴടങ്ങേണ്ടി വന്നു എന്നത് കണ്ണീരോടെ ഓർക്കുന്നു. പ്രിയ സുഹൃത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമിക്കട്ടെ. രാമചന്ദ്രൻ. ഓർമ്മകൾക്ക് മരണമില്ല. ഓർമ്മകളിലേക്ക് നിഴലും നിലാവും മഴയും കാറ്റുമൊക്കെയായി പ്രിയ കൂട്ടുകാരൻ രാമചന്ദ്രൻ എപ്പോഴും കടന്നുവരുന്നു. സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ്റെ വിയോഗം തീർത്ത ശൂന്യത അളക്കുവാൻ സാധ്യമല്ലായിരുന്നു. എങ്കിലും പ്രിയപ്പെട്ട രാമേട്ടൻ്റെ ദീപ്തമായ ഓർമ്മകൾ അന്നും ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. ആ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. സന്തോഷ് നീലകണ്ഠൻ. കോഴിക്കോട് തളിയിലുള്ള പ്രശസ്തമായ നീലകണ്ഠ സംഗീത നിലയത്തിലാണ് സന്തോഷിൻ്റെ ജനനം. മൃദംഗത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള സന്തോഷിന് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും നിരവധി സമ്മാനം ലഭിച്ചിട്ടുണ്ട്. 2 സിനിമകളിലും സന്തോഷ് അഭിനയിച്ചു എന്നതും നേട്ടം തന്നെ. യൂണിയൻ ബാങ്കിൽ ജോലിയിൽ തുടരവേ അസുഖബാധിതനാവുകയും 2014 സെപ്റ്റംബർ 14 നമ്മെ വിട്ടു പിരിയുകയും ചെയ്തു. പ്രിയ സുഹൃത്തിന് ഞങ്ങളുടെ ബാഷ്പാഞ്ജലികൾ. ശ്രീജിത്ത്. സുവോളജി ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ശ്രീജിത്ത് സദാ കർമ്മോന്മുഖൻ എന്ന നിലയ്ക്ക് ശ്രദ്ധേയനായിരുന്നു. കോളേജിലെ ഓരോ വിദ്യാർത്ഥികൾക്കും ചിരപരിചിതൻ. ബഹുമുഖ പ്രതിഭ എന്നു തന്നെ വിശേഷിപ്പിക്കാം. ജിംനാസ്റ്റിക്, ക്രിക്കറ്റ്, NCC കൂടാതെ കലാപരിപാടികളിലും തൻ്റേതായ മുദ്ര പതിപ്പിച്ച വളരെ ഊർജ്ജസ്വലനായ വിദ്യാർത്ഥി. ശ്രീജിത്ത് ഇത്ര പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്നകന്നുപോയി എന്നത് ഉൾക്കൊള്ളാനാവുന്നില്ല. പ്രിയ സുഹൃത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമിക്കട്ടെ. ശ്രീകല. സദാ നിഷ്കളങ്കമായ പുഞ്ചിരി തൂകുന്ന കൂട്ടുകാരി. ചിട്ടയായ പഠനരീതി കൊണ്ടും ഓരോ ക്ലാസുകളോടും പുലർത്തുന്ന ഉത്തരവാദിത്വബോധം കൊണ്ടും ഏവരിലും മതിപ്പു നേടിയ പെൺകുട്ടി. സ്വപ്രയത്നത്താൽ സർക്കാർ ജോലി എന്ന അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച് ഏറെ പ്രതീക്ഷകളോടെ ജീവിതം കരുപ്പിടിപ്പിച്ചു വരുന്നതിനിടയിലാണ് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് നിസ്സഹായയായി മരണത്തിന് കീഴടങ്ങുന്നത്. നിറഞ്ഞ കണ്ണുകളോടെ കൂട്ടുകാരി ഞങ്ങളുടെ പ്രണാമപുഷ്പങ്ങൾ. ഓർക്കാപ്പുറത്ത് ഇടവപ്പാതിയുടെ ഇടമുറിയാമഴ ഓർമ്മകളിൽ നിറച്ച് ഞങ്ങളെ, ക്യാമ്പസിനെ വിട്ടുപിരിഞ്ഞ പ്രിയ സൗഹൃദങ്ങളെ, നിങ്ങൾക്ക് മരണമില്ല. ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം ഞങ്ങളിലൂടെ നിങ്ങളുടെ ഓർമ്മകളുടെ തിരി ഒരിക്കലും അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും.
ഷാജി ബി അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മെമ്മറീസ് 1993 കൺവീനറായ ശ്രീ ജയൻ കെ കെ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മെമ്മറീസ് 1993 സംഘടനയുടെ പ്രത്യേകതകളിലൊന്ന് ഈ കലാലയത്തെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി നീങ്ങി നൽകിയ 9 പ്രിൻസിപ്പൽമാരുടെ സാന്നിധ്യമാണ് ഗുരുസാക്ഷാൽ പരബ്രഹ്മം. തീർച്ചയായും നമ്മുടെ 93 കാലഘട്ടം ഈ കലാലയത്തിന് നേതൃത്വം നൽകി നമ്മളെല്ലാവരുടെയും പേരിലായി സ്വാഗതം ചെയ്യാം. നമ്മുടെ ഈ ബാച്ച് പടികളിൽ പോകുമ്പോൾ ഈ കലാലയത്തിന് നേതൃത്വം നൽകിയിരുന്ന അവരുടെ കലാലയത്തിലെ പ്രിൻസിപ്പലായി സേവനം ചെയ്തിരുന്നത്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാലഘട്ടത്തിൽ ഈ കലാലയത്തിൽ ശ്രീ പി സി കൃഷ്ണവർമ്മ രാജ എം വേദിയിലേക്ക് അടുത്ത വേദിയിലേക്ക് ഡോക്ടർ എം സുമതി എം എ അവർ PhD അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. 2006-10 കാലഘട്ടത്തിലാണ് മാഡം ഈ കലാലയത്തിൽ ഡോക്ടർ എം സുമതി MA വെൽക്കം ടീച്ചർ. അടുത്തായി ശ്രീമതി ശ്രീദേവി എ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ പി സി രതി സമ്പാട്ടി അവരുടെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ. 2013-15 കാലഘട്ടത്തിലാണ് കലാലയത്തിന് അടുത്തായി വേദിയിലേക്ക് ഡോക്ടർ എം മാധവൻകുട്ടി അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. 2015-16 കാലഘട്ടത്തിലാണ് ടീച്ചർ കലാലയത്തിന് ഡോക്ടർ എം മാധവൻകുട്ടി. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിന് ഉദ്ഘാടകനും അതുപോലെ തന്നെ കോളേജിലെ പ്രസന്റ് പ്രിൻസിപ്പളുമായ ഡോക്ടർ രാമചന്ദ്രൻ പി അവരുടെ ഏറ്റവും നല്ല കൈകളിലൂടെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ അതുപോലെ തന്നെ വേദിയിലേക്ക് ശ്രീ അനീഷ് അവരുടെ ക്ഷണിക്കുന്നു. മാരത്തൺ കമ്മിറ്റിയുടെ ഹെഡായ ശ്രീ അനീഷ് കെ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ അടുത്തതായി പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ഗംഗയെ വേദിയിലേക്ക് ക്ഷണിച്ചു. May all you be the world be happy and free, and may life, words, deeds and actions contribute to the happiness of all. ഇത് പ്രാർത്ഥനയോടുകൂടി നമ്മളെല്ലാവരും കാത്തിരുന്ന മെമ്മറീസ് 1993 സംഘടനയുടെ വേദിയുടെ പ്രൊഫഷണലായ നമ്മുടെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് മെമ്മറീസ് 1993 ഈ സംഘടന
ആരോഗ്യത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. മുഖ്യാതിഥിയായ നമ്മുടെ ബഹുമാനപ്പെട്ട തെളിയിച്ചുകൊണ്ട് ഈ ഒത്തുചേരലിന് ആരോഗ്യത്തിന് വേണ്ടി നീതമായി ക്ഷണിച്ചു. ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടികളായിരുന്ന പ്രിയപ്പെട്ട അധ്യാപകർ, ഏറ്റവും പ്രിയപ്പെട്ട സമീപയുടെ സുഹൃത്തുക്കൾ, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത മുഹൂർത്തത്തിലൂടെയാണ് നാം എല്ലാം കടന്നു പോകുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്ര ആനന്ദത്തിലേക്ക് നാം തിരിച്ചെത്തും എന്ന് നാം ഒരുപക്ഷെ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എല്ലാ സ്വപ്നങ്ങൾക്കും അപ്പുറം, എല്ലാ ആഗ്രഹങ്ങൾക്കും അപ്പുറം സമയരഥത്തിലൂടെ തിരിച്ചു പോകാൻ അപൂർവ സൗഭാഗ്യം കിട്ടിയവരായിരുന്നു ഈ കൂടിച്ചേർന്നിരിക്കുന്ന മുഴുവൻ. മെമ്മറീസ് 93 വ്യത്യസ്തമാകുന്നത് അത് ഓർമ്മകളെ അയവിറക്കാനുള്ള കേവലം ഒരു ഗെറ്റ് ടുഗദറിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി വരാനുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങും തണലുമാവുന്ന ഒരു വലിയ പ്രസ്ഥാനമായി ഈ സംഘം മാറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. ഈ കൂടിച്ചേരലിന്റെ ചൈതന്യം അതാണ്, ഈ കൂടിച്ചേരലിന്റെ ശക്തി അതാണ്, ഈ കൂടിച്ചേരലിന്റെ നന്മ അതാണ്. ഒരു കുഞ്ഞു തുള്ളിയിൽ നിന്ന്, ഒരു ചെറു ചിന്തയിൽ നിന്ന് പേരെടുത്ത് പറയണം. നമ്മുടെ ബികോമിലെ ജയന്തിന്റെ മനസ്സിൽ നിന്ന് ഉടലെടുത്ത ഒരു ചെറിയ ആശയം 3-4 മാസങ്ങൾ കൊണ്ട് ഒരു തീപ്പരിയിൽ നിന്ന് ഒരു കാട്ടുതീ പോലെ നന്മയുടെ വലിയ പ്രകാശം പരത്തുന്ന ഒരു വലിയ തീയായി അത് പടർന്നു കഴിഞ്ഞു. ഇത് കേവലം 1993 ബാച്ചിലെ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ചവർക്ക് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ ക്യാമ്പസുകൾക്കും മാതൃകയാക്കാവുന്ന ഒരു വലിയ മോഡലിനാണ് നാം തുടക്കം കുറിക്കുന്നത്. ഒരുപാട് വരെകളിലെത്തിയ, ജീവിതത്തിൽ നല്ല വിജയങ്ങൾ കൈവരിച്ച നിരവധി പേരുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. എന്നാൽ ഈ ഓട്ടത്തിൽ കഴിഞ്ഞ 25 വർഷത്ത് ഇതുപോലുള്ള ഒരുപാട് നേട്ടങ്ങൾ നാം നേടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇതേ സ്പീഡിൽ ഓടാൻ പറ്റാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. വരാൻ പോകുന്ന ഗെറ്റ് ടുഗദർ ഇത് കേവലം നോസ്റ്റാൾജി പറഞ്ഞു ചിരിക്കാനുള്ള പ്രൊജക്ടത്തിന്റെ വേദിയല്ല. ഇനിയുള്ള ജീവിതത്തിൽ ഒരാളെപ്പോലും പിന്നിലാകില്ല. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ കൂടെ പാറി നടന്നിരുന്ന ഈ ക്യാമ്പസിലെ ഹരമായിരുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി, നമ്മൾ ഒരു കൈ കൊടുത്തപ്പോഴേക്ക് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റി. ആരുമില്ല എന്നുള്ളത് ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് നമുക്ക് അവരോട് പറയാൻ കഴിഞ്ഞു. കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകൾക്കും ഗെറ്റ് ടുഗദർ എന്താവണം എന്നത് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം സുപരിചിതരായ നമ്മുടെ അധ്യാപകൻ കൂടിയായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ രാമേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ നിങ്ങളെല്ലാവർക്കും വേണ്ടിയും ഈ കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. അതിലേറെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരു സ്വപ്ന തുല്യമായ യാത്ര, അതിൻ്റെ ഏറ്റവും പരമമായ
കൂട്ടായ്മയുടെ എല്ലാവിധമായ പ്രിയ കൂട്ടുകാരെ നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 4 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിയ യാത്ര, ഈ യാത്ര ജീവിതാന്ത്യം വരെയുമെന്ന് പ്രതിജ്ഞ ചെയ്ത് ഈ മനോഹരമായ വെമ്പദേശന്റെ നാളെ മുതൽ ഫോറമർ ഫ്രണ്ട്സ് എന്ന ആ ചിന്തയിലേക്ക് നമ്മൾ ഈ സ്നേഹത്തിൻ്റെ ഒത്തുചേരൽ ഇത് തലമുറകൾക്ക് ഒരു സന്ദേശമായി മാറ്റുവാൻ നമ്മുടെ ഈ മുന്നേറ്റത്തിന് സാധിക്കട്ടെ എന്ന് പരസ്പരം നമുക്ക് ആശംസിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് സൃഷ്ടിച്ചെടുക്കുകയാണെങ്കിലും 25 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇതിൽ പലരും നിൽക്കുന്നത് കാണുന്നത് തന്നെ. സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ ഇങ്ങനെയും ഉപയോഗിക്കാമെന്ന ഒരു തലമുറക്ക് ഒരു മാർഗമായി കാണിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നതിൽ നമുക്ക് അഭിമാനമാണ്. ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നത് കാലത്തിന് മുമ്പേ നടന്ന ഒട്ടനവധി മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കാലത്തിന് മുമ്പ് നടന്ന ഒരു കൂട്ടത്തില്ല, അത് നമ്മളാണ്. നമ്മുടെ പ്രിയപ്പെട്ട ചോദ്യം സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ചോദ്യം സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ കുന്നിറങ്ങുമ്പോൾ കാലഘട്ടത്തിൽ ഈ കലാലയത്തോട് വിട പറഞ്ഞ് നമ്മൾ താഴേക്ക് കുന്നിറങ്ങുമ്പോൾ ഒരു ശൂന്യത നമുക്കൊക്കെ അനുഭവപ്പെട്ടിരുന്നു. ഇനി എന്നോ കാണുന്നു നമ്മളെന്ന ചിന്ത നമ്മുടെ മനസ്സിനകത്തുണ്ടായി. അതിനുള്ള ഉത്തരം തേടി ഇന്ന് നമുക്കൊരു ഉത്തരം കിട്ടി. നമ്മളൊന്നാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനകത്ത് നിറയുന്നു. നമ്മുടെ മനസ്സിനകത്ത് ഒരു വിനലുണ്ടാകും. എത്രയോ പേർ ഈ 23-ാം തീയതിയെ സമയത്തെ നിശ്ചലമാക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുള്ള സന്ദേശങ്ങൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കണ്ടിട്ടുണ്ട്. ഈ 100 ദിവസവും നമ്മളെ നയിച്ചത് ഈ ഡിസംബർ 23 എന്ന ആ ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി നമുക്കായി നൽകിയിട്ടുണ്ട്. 2019 ഡിസംബർ മാസം 22-ാം തീയതി ഇതുപോലൊരു ഞായറാഴ്ച ഒറ്റക്കെട്ടായി ഒരു മനസ്സായി നമ്മുടെ മുഴുവൻ കുടുംബാംഗങ്ങളോടും കൂടി നമ്മൾ ഒത്തുചേരും. നമ്മുടെ പ്രിയപ്പെട്ട നിമ്മിയുടെ കല്യാണം നമ്മളെയൊക്കെ ആ കൂട്ടായ്മയുടെ ഭാഗമായി കൂട്ടി നിർത്തുന്നതിന് വേണ്ടി നിമ്മിയുടെ മകളുടെ കല്യാണം നമുക്ക് വേണ്ടി നമ്മുടെ സൗകര്യത്തിന് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡിസംബർ മാസം 2019 22-ാം തീയതി നമ്മൾ ഒന്നിക്കുന്നു. ആ സ്നേഹവിരുന്നിലേക്കുള്ള കൗണ്ടൗൺ ആവട്ടെ ഇന്ന് മുതൽ നമ്മുടേതെന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബം ഒന്നാണെന്നുള്ള ഫീല് തലമുറകളിലേക്ക് കൈമാറണം. നമ്മളൊക്കെ കൊഴിഞ്ഞു പോകും കാലത്തിന്റെ ഒഴുക്ക്. ഈ ദീപശിഖ നമ്മൾ ഫോറമർ ഫ്രണ്ട്സ് എന്ന ദീപശിഖ ചരിത്രത്തിൽ എല്ലാ കാലത്തേക്കും നമ്മുടെ മക്കളിലൂടെ നമ്മുടെ തലമുറകളിലൂടെ നമ്മൾ രൂപീകരിക്കുന്ന സംഘടന കേരളത്തിലെ കലാലയത്തിന്റെ കൂട്ടായ്മയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു കൂട്ടമാക്കി മാറ്റുവാൻ, ചരിത്ര താളുകളിൽ ഇടം പിടിക്കുവാൻ നമുക്ക് സർവശക്തൻ അനുഗ്രഹം ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സന്തോഷത്തിന്റെ ഈ കൂടിച്ചേരലിന്റെ ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാം മറന്ന് ഇന്നലകളിലെ കൂട്ടുകാരാകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിക്കാൻ സന്മനസ് കാണിച്ച നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. നിങ്ങൾ നൽകിയ പിന്തുണ അതാണ് നമ്മളെ ഇന്നിവിടെ എത്തിച്ചത്. നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് തട്ടിമാറ്റുവാനും മാറ്റി നിർത്തുവാനും സാധിക്കാത്തതൊന്നുമില്ല. സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സന്ദേശം നമുക്ക് വരും തലമുറകളിലേക്ക് കൈമാറാമെന്ന് മാത്രം ആശംസിക്കുന്നു. നിർത്തുന്നു. നമസ്കാരം. We always say, the managers, an event is not over until people stop talking about it. ഒരു ഇവന്റ് പിന്നെ നമ്മൾ രാവിലെ തന്നെ എല്ലാവരും രജിസ്ട്രേഷൻ എത്തി, മെജോറിറ്റി ആൾക്കാരെത്തി. ഒരു ഹോളി ഫീലാണ്, ഭയങ്കര കളർഫുൾ. ഞാൻ മലയാളികളോട് ചോദിച്ചത് ഹോളി ഫീലാണ് സെലിബ്രേഷൻ.
ഫോട്ടോ സെഷനിൽ എല്ലാ ക്ലാസ്സിൻ്റെയും സെപ്പറേറ്റ് ഫോട്ടോസ്, അത് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളിലുള്ള ഫോട്ടോസ്, എല്ലാ ടീച്ചേഴ്സിനോടും പ്രിൻസിപ്പാളോടും ഫോമർ പ്രിൻസിപ്പാളോടൊക്കെ റിക്വസ്റ്റ് ആണ്, എല്ലാവരും ജോയിൻ ചെയ്യണം. ഇത് ഞങ്ങളുടെ ഭയങ്കര ആഗ്രഹമാണ് എല്ലാവരും ഉണ്ടാകുന്നത്. ലാസ്റ്റ് 300 പേരുള്ള ഫോട്ടോ, അതിനും നമ്മുടെ ടീം റെഡിയാക്കി നിൽക്കുകയാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. എല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോ അനീഷ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സെന്ററിലേക്ക് തുറന്ന് ഇങ്ങനെ ഒരു പേപ്പർ റോസ് തുറക്കുന്ന പോലെയുള്ള വലിയ ഒരു പേജാണ് അനീഷ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിലും എല്ലാവരും ഉണ്ടാവണം. ചിരിച്ചോണ്ട് നിൽക്കണം, കണ്ണടച്ച് നിൽക്കരുത്. പിന്നെ എന്റെ കണ്ണ് അടച്ചുപോയി, എന്റെ കണ്ണ് തുറന്നു പോയി എന്ന് പറയാൻ പാടില്ല. നമ്മളെ ജയന്തിന്റെ തലയിലേക്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഉദ്ഘാടന പ്രസംഗത്തിനായി സ്വാഗതം ക്ഷണിച്ചോളൂ. എന്താണ് പറയേണ്ടതെന്നാണ് മനസ്സ് നിറഞ്ഞെന്നാണ് ഞാൻ കഴിഞ്ഞ 32 വർഷം കോളേജിലെ പല പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടും അതേപോലെ തന്നെ പരസ്പര ധാരണയോട് കൂടിയ ഒരു മീറ്റിംഗ് ഇതാദ്യമാണ്. സമയപരിധികളുകൊണ്ട് ദീർഘനേരം കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഇവരുടെ പ്രാഗൽഭ്യം തെളിയിച്ച ഒട്ടനവധി പ്രിൻസിപ്പൽമാർ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. പലപ്പോഴും അവരെ മാതൃകയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പലപ്പോഴും അത് സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവം. എന്നാലും അവരുടെ പ്രവർത്തന ശൈലിയൊക്കെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മെമ്മറീസ് 1993 പ്രിൻസിപ്പൽമാർ മാത്രമല്ല അധ്യാപകരും മുമ്പ് ഇവിടെ സേവനം ചെയ്ത അധ്യാപകരും ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുകയും ഈ പ്രവർത്തനങ്ങളിൽ മുഴുവൻ തുടക്കം മുതൽ 4 മാസം മുമ്പാണ് ഇതിൻ്റെ കാര്യങ്ങൾ ആരംഭിച്ചത്. തുടക്കം മുതൽ തന്നെ സ്ഥിരമായി അവരുമായി കമ്മ്യൂണിക്കേറ്റുകയും ചെയ്യുകയും മെമ്മറീസ് 1993 മറ്റ് വിദ്യാർത്ഥികൾക്കും മാതൃകയാകുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് കേവലം ഒരു ഗൃഹാതുരത്വത്തിന് വേണ്ടി ഉള്ള ഒത്തുചേരൽ മാത്രമല്ല എന്നുള്ളത് എനിക്ക് വളരെയധികം ബോധ്യപ്പെട്ടിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾ എപ്പോഴും ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് തന്നെയാണ്. ഗുരുവായൂർ കോളേജിനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുള്ള അംഗങ്ങൾ വാസ്തവമാണ്. പക്ഷെ എന്നാൽ ഈ ചെറിയൊരു കാലയളവിലുള്ള പ്രൊഫഷണൽ രീതിയിലുള്ള കൂട്ടായ്മ കൊണ്ട് തന്നെ ഈ 1993 ബാച്ചിൽ ഏതാണ്ട് 10ഓളം വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയൊരു മീറ്റിംഗ് ഇവിടെ നടത്താൻ സാധിച്ചു. ഒരു പക്ഷേ നിങ്ങളെ അറിയാത്തൊരു കാര്യം, നമ്മുടെ PG ബ്ലോക്കിൽ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ ഒരു സംഭാവന ഇവർ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് വിസിറ്റ് ചെയ്യാനുള്ളൊരു ഷെഡ്യൂളൊന്നും ഞാൻ കാണുന്നില്ല. നമ്മുടെ കോളേജിൽ മറ്റു കോളേജുകളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ലാംഗ്വേജ് ലാബ് ഫെസിലിറ്റി ഈ പൊതുവെ ലാംഗ്വേജ് ലാബ് എന്ന കൺസെപ്റ്റ് അത്രയൊന്നും പോപ്പുലർ ആയിട്ടില്ലാത്തതാണെങ്കിൽ പോലും ഇപ്പോൾ NAAC A ഗ്രേഡ് കരസ്ഥമാക്കാൻ നമ്മുടെ കോളേജിൽ സാധിച്ചിട്ടുണ്ട്. അത് ഓരോ വിദ്യാർത്ഥികളുടെയും സഹായമാണ് മനസ്സ് നിറഞ്ഞു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കേരളത്തിലെ മറ്റ് കോളേജ് കൂട്ടായ്മകൾക്ക് മാതൃകയാണ് ലോഞ്ച് നിർവഹിക്കുന്നത് ഫോർമർ പ്രിൻസിപ്പൽ PT അമ്മാണിക്കുട്ടി ടീച്ചർ അവர்களാണ്. നമ്മുടെ ഈ ഓഡിയോ വിഷ്വൽ ലാംഗ്വേജ് ലാബിന്റെ സർട്ടിഫിക്കറ്റ് ഫോർമർ പ്രിൻസിപ്പൽ ശ്രീ C. വാസുദേവൻ ഉണ്ണി അവർ
നമ്മുടെ കോളേജിലെ ഇംഗ്ലീഷ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ നമ്മുടെ ബാച്ച് അംഗവുമായ പ്രൊഫസർ രജനിക്ക് കൈമാറി അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. Thank you very much. മെമ്മറീസ് എന്നുള്ള ഈ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ നേട്ടം ഇത്രയും പ്രഗത്ഭരായ ടീച്ചർമാരെ ഒരുമിച്ച് ഒരേ രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. രണ്ട് ജയന്തുമാരുടെയും നേതൃത്വത്തിൽ നമ്മുടെ സുഹൃത്തുക്കളോട് വന്നപ്പോൾ കൂട്ടായ്മ നടക്കട്ടെ, അതോടൊപ്പം തന്നെ കോളേജിന് വേണ്ടിയും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആശയം വന്നിരുന്നു. എൻ്റെ ഒരു ആത്മമുണ്ട്. 2017 ഒക്ടോബറിൽ നടന്ന നാപ് മിസസിൽ അവർ കോളേജിന്റെ പല വശങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കുട്ടികളുമായിട്ടും അവർ ഇടപെടി. ആ സമയത്ത് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറച്ച് പുറകോട്ടാണ് എന്നുള്ളൊരു കമന്റ് അവരുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് വിസിറ്റ് ചെയ്തപ്പോഴും നിങ്ങൾ മെയിൻ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ജനറൽ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾക്ക് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങൾ തട്ടിക്കൂട്ടി ഒരുക്കിയ ഒരു ലാംഗ്വേജ് ലാബ്, കുറച്ച് സിസ്റ്റവും ഹെഡ്ഫോൺ സെറ്റൊക്കെ ഉള്ള ഒരു സംഭവം കാണിച്ചു കൊടുത്തു. ആ ഫണ്ട് റിലീസായി സോഫ്റ്റ്വെയറും ലാപ്ടോപ്പൊക്കെ വരുന്ന സമയത്ത് അത് ഒരുക്കാനുള്ള ലാംഗ്വേജ് ലാബ് ഒരുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാക്കി തന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും കോളേജിന്റെ പേരിൽ നന്ദി. മെമ്മറീസ് 1993 വേണ്ടി കളക്ട് ചെയ്ത ഫണ്ടിൽ നിന്നും ആദ്യപടിയായി ആദ്യ ഗഡുവായിട്ട് നമ്മളിവിടെ 1 ലക്ഷം രൂപയുടെ ചെക്ക് പോലൻ ഫ്രണ്ട്സിലേക്ക് കൈമാറുകയാണ്. അത് നിർവഹിക്കുന്നതിന് വേണ്ടി ചെക്ക് കൈമാറുന്നതിന് വേണ്ടി മെമ്മറീസ് 1993 ഫിനാൻസ് കമ്മിറ്റി മെമ്പേഴ്സായ രമേശ് കമ്മിറ്റകളെ അതുപോലെ സൂരജ് പൈ അവരുടെയും ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും ഗുണകരമാണ്. തീർച്ചയായും ഗുരുസാക്ഷാൽ പരബ്രഹ്മം എന്നാണ് പറയുന്നത്. ഗുരുക്കന്മാർ വിശുദ്ധന്മാർ തന്നെയാണ്. തീർച്ചയായും പല തരങ്ങളിലിടയിൽ അതുപോലെ പല സ്ഥലത്തായിരിക്കും. എങ്കിലും നമ്മുടെ ഈ ഒരു സൗഹൃദങ്ങൾക്കായാലും ഇവിടെ ഏറ്റവും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന് നമ്മുടെ ഇത്രയും ബഹുമാനമായ അധ്യാപകരെ പ്രിൻസിപ്പൽസിനെയും പ്രിൻസിപ്പലിനെയും ഒക്കെ നമ്മൾ ഈ അവസരത്തിൽ മെമന്റോ നൽകി ആദരിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മുടെ ഒരു ബഹുമാനിയായ 9 പ്രിൻസിപ്പൽസിനും എഴുതി നമ്മുടെ ഓർമ്മകൾ പങ്കുവെച്ച മാഗസിൻ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുകയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് നാം ഈ കുന്നുവിട്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ വായിക്കാൻ പറ്റാത്ത കുറേ കാഴ്ചകളുണ്ടായിരുന്നു. അതിലൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ മുഖങ്ങളായിരുന്നു. മറ്റൊന്ന് നാം ഇറങ്ങുമ്പോൾ അപൂർണമായി നിൽക്കുന്ന നമ്മുടെ ശില്പവും അതിൻ്റെ ശില്പിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ മാഗസിൻ ആരംഭിക്കുന്നതും ആ ശില്പത്തിന്റെ അല്ലെങ്കിൽ ശില്പിയുടെ കഥയിലൂടെയാണ്. പരസ്യങ്ങൾ കിട്ടി ഒടുവിൽ ഈ കോളേജിന് നമ്മുടെ സ്വന്തം കോളേജിന്റെ സഹങ്ങളിൽ ഒന്നായ നമ്മുടെ ലാംഗ്വേജ് ലാബ് ജീവനുള്ള വാക്കുകളും വരികളും ഒക്കെ എഴുതിയ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ മാഗസിൻ നിങ്ങൾ തന്ന വരികൾ അതേ ഭാവത്തോടെ മാഗസിൻ പേജുകളിലേക്ക് പകർത്തി എഴുതിയ നമ്മുടെ തന്നെ
ലതാ വിയുത്താൽ, ഷാജി, വിജയ് ഭാസ്കർ, രജനി എന്നിവർക്കും ഞാനിവിടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവർക്കും ഒപ്പമുണ്ടാകണമെന്ന് ഞാൻ സർവീസിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇന്നിവിടെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ വേർഷനാണ്. പ്രിന്റ് വേർഷൻ നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഫോട്ടോ കൂടെ ഉൾക്കൊള്ളിക്കാനുള്ളതുകൊണ്ട് 1 മാസം കഴിഞ്ഞിട്ട് മാത്രമേ പ്രിന്റ് എഡിഷൻ പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലുള്ള തെറ്റുകൾ തിരുത്തുകയും എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുക എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു പുതുവത്സര ക്രിസ്തുമസ് ആശംസകളോടെ നന്ദി, നമസ്കാരം. ഡിജിറ്റൽ മാഗസീനിന്റെ ലോഞ്ചാണ് നമുക്ക് എല്ലാവർക്കും എത്രയും പ്രിയപ്പെട്ട സമരസ് ഡെവലപ്മെന്റ് കോളേജ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായ പ്രൊഫസർ ശോഭിന്ദൻ അവരുടെ ഡിജിറ്റൽ മാഗസീൻ ഓർമ്മക്കൂട്ട് ഡിജിറ്റൽ മാഗസീൻ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചോളൂ. ഒരു 3 മാസം നമ്മളെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന നമ്മൾ ക്ഷേമ സ്വീകരിച്ച് എത്തിച്ചേർന്ന ഒരുപാട് പേര് നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേര് എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല. നമുക്ക് ക്ഷേമ സ്വീകരിച്ചുകൊണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും നമ്മൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. നമ്മുടെ സ്പോൺസർമാർ പിന്നെ വിവിധ ഈ ഒരു മെമ്മറി ഇവന്റിനെ ഭാഗമായിട്ട് പ്രവർത്തിച്ച വിവിധ കമ്മിറ്റികൾ ഞങ്ങൾ ഓരോരുത്തർക്കും നന്ദി. സൗഹൃദത്തിന്റെ ഓർമ്മകളും അതുപോലെ തന്നെ കൂട്ടുകൂടലിന്റെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസമേ നീണ്ട നിവർന്ന് കിടക്കുകയാണ്. ഞാനിവിടെ ഔപചാരികമായ ഈ ഒരു മെമ്മറീസ് 1993 ഈ സംഭവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ അവസാനം ചെയ്യുകയാണ്. പിന്നെ എല്ലാവരും ദേശീയഗാനത്തിന് വേണ്ടി എഴുന്നേറ്റ് നിർത്തണമെന്ന് നേരത്തെ സ്റ്റാൻഡപ്പോൾ पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे.
കർണാടക സംഗീതത്തിൽ നല്ലൊരു പ്രാഗൽഭ്യമുള്ള ഒരാളാണ്. സിനിമാ പാട്ട് അധികം പാടി എക്സ്പീരിയൻസ് ഇല്ല. നമ്മളിപ്പോൾ ഇന്ന് പാടാൻ പോകുന്ന എല്ലാം നമ്മുടെ കോളേജ് മേറ്റ്സ് ആണ്, ബാച്ച് മേറ്റ്സ് ആണ്. 2 പേര് മാത്രമേ ഗസ്റ്റ് സിംഗേഴ്സ് ഉള്ളൂ. സോ നിങ്ങൾ ക്ഷമയോട് കൂടി കേൾക്കണം. ആരും പ്രൊഫഷണലായിട്ട് പാടുന്നവർ വളരെ കുറവാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം അവർക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ചന്ദ്രിക മെഴുകിയ മണിമുറ്റം ഉമ്മറത്തം വിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ചന്ദ്രിക മെഴുകിയ മണിമുറ്റം ഉമ്മറത്തം വിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. हो यारो न घर है न ठिकाना मुझे चलते जाना है बस चलते जाना ൊളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രി ശ്രുതി ചേർന്നു മൗനം അതു നിൻ മന്ദഹാസമാ പ്രിയതോഴി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരെ മാമ്പഴമാകട്ടേന്ന് പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരെ മാമ്പഴമാകട്ടേന്ന് जादू तेरी नजर खुशबू तेरा बदन जादू तेरी नजर खुशबू तेरा बदन
രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നുപോ രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നുപോ പ്രേമത്തിന്റെ കഥകളുമായി പറന്നു വന്നു ചെന്നലും ചിങ്ങണമണി സൂര്യ പെങ്കിലക്കണ്ണി പോകുന്നതൊന്നും കണ്ടിലുണ്ട് നല്ല താങ്കൾ കയ്യറി മധുരിക്കും ഓർമ്മകളേ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ കോളേജിൽ ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെ ആ കോളേജിൽ കോളേജിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെ ആ കോളേജിൽ കോളേജിൽ ചെമ്പകപ്പൂമിനിയാണ് ചന്ദന തളിലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുത്തരാവണ്യ രാഗമാണ് ചെമ്പകപ്പൂമിനിയാണ് ചന്ദന തളിലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുത്തരാവണ്യ രാഗമാണ് നായി നായി
മാൻ കണ്ണിൽ മയ്യെഴുതും സുന്ദരി തത്തമ്മേ, പൂവമ്പൻ തന്നതാണോ തങ്കമണിക്കൊലുസ്? മാൻ കണ്ണിൽ മയ്യെഴുതും സുന്ദരി തത്തമ്മേ, പൂവമ്പൻ തന്നതാണോ തങ്കമണിക്കൊലുസ്? ഓർമ്മതൻ മാണിക്യച്ചെപ്പ് തുറക്കുവാൻ ഓടിയണഞ്ഞവർ നമ്മൾ. കോർത്തെടുക്കാം സ്നേഹസുന്ദരമുത്തുകൾ, ചേർത്തൊരു മാല്യമൊരുക്കാം. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ? നീയും സ്വപ്നം കാണാറുണ്ടോ? സ്വർഗം താവിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീർത്തി നിന്നതോ, ഈശ്വരന്റെ സൃഷ്ടിയിൽ മഴകളുന്നതത്രയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതോ. മേരെ ഹംസഫർ एक जरा इंतजार, सुन सदाएं दे रही है मंजिल प्यार की. मेरे हमसफर एक जरा इंतजार, सुन सदाएं दे रही है मंजिल प्यार की. दिल दीवाना दिल सजना के माने ना, दिल दीवाना दिल सजना के माने ना, ये पगला है समझाने से समझे ना. പവിഴം പോ പവിഴാതരം പോ പനിനീർ പൊന്മുകുളം പോ. പവിഴം പോ പവിഴാതരം പോ പനിനീർ പൊന്മുകുളം പോ. തൊടുശോഭയിടും തിറമുന്തിരിലിൻ മുഖസൗരഭമോ പവിഴം പോ പവിഴാതരം പോ പനിനീർ പൊന്മുകുളം പോ. മാതളങ്ങൾ കതിർ ചൂടിയില്ലേ, കതിർ പാൽമണികൾ കനമാർന്നതില്ലേ, മതകൂടനമാമിനത്താക്കളില്ലേ. മാതളങ്ങൾ കതിർ ചൂടിയില്ലേ, കതിർ പാൽമണികൾ കനമാർന്നതില്ലേ, മതകൂടനമാമിനത്താക്കളില്ലേ. പുലർവീണകളിൽ വയലേടകളിൽ കണി കണ്ട
ചുവന്റെ മുയിലാണ് വിറ്റുകാരോ ഒട്ടു വേണം കുഴം വേണം കുഴവണം